കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ചരിത്രം സാക്ഷിയായി റെസിഡൻസി ബംഗ്ലാവും ചിന്നക്കടയിലെ ക്ലോക്ക് ടവറും. അഷ്ടമുടിക്കായലിൻ്റെ മനോഹര തീരത്ത് മകുടം ചാർത്തുന്ന രമ്യഹർമ്മ്യമാണ് ആശ്രാമം റെസിഡൻസി ബംഗ്ലാവ്. 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിന് സാക്ഷിയായ ഈ ബംഗ്ലാവിൻ്റെ അകത്തളങ്ങളിൽ ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ സുപ്രധാന രാഷ്ട്രീയ ഭരണ തീരുമാനങ്ങളെടുത്തിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാനായ കേണൽ മൺറോയ്ക്ക് താമസിക്കാനാണ് 1810 ഈ രമ്യഹർമ്മ്യം നിർമ്മിച്ചത്. കുഴികളും കൊടും കാടുമായിരുന്ന അഷ്ടമുടിക്കായലോരം വെട്ടിത്തെളിച്ച് നികത്തി മന്ദിര നിർമ്മാണം തുടങ്ങിയത് ഇംഗ്ലീഷുകാരാണ്. ഈ കൊട്ടാരത്തിൻ്റെ എല്ലാ അംശങ്ങളിലും കേരളീയ പാശ്ചാത്യ വാസ്തുശില്പകലയുടെ സമന്വയം പ്രതിഫലിക്കുന്നു. ഇഷ്ടികയും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച ഈ ഇരുനില മാളികയുടെ മേൽക്കൂരയിൽ സവിശേഷമായ അരിയോടുകൾ പാകിയിരിക്കുന്നു. മേൽക്കൂരയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശാലമായ വരാന്തയും പോർട്ടിക്കോയും തേക്ക് തടിയിൽ തീർത്ത കസേരയും മേശയും മറ്റ് ജംഗമ സാധനങ്ങളും ബംഗ്ലാവിൻ്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു. അപൂർവമായ ചെടികളും പുഷ്പങ്ങളും നിറഞ്ഞ ഉദ്യാന മധ്യത്തെ ബംഗ്ലാവിനെക്കുറിച്ച് കേരളവർമ്മ വല്യകോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശത്തിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: കൊതിപ്പിക്കുന്ന തേൻ നുകരുന്ന വണ്ടുകളെക്കൊണ്ട് ശബ്ദമാനമായ റെസിഡൻസി ബംഗ്ലാവിലെ ഉദ്യാനത്തിലൂടെ പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ത്വര പിടിച്ച് കൂട്ടിനകത്താക്കും. ദിവാനും മറ്റ് പ്രമുഖർക്കും തിരുവനന്തപുരത്ത് നിന്ന് ബംഗ്ലാവിലേക്ക് വരുന്നതിനാണ് കപ്പലണ്ടിമുക്കിൽ നിന്ന് ബംഗ്ലാവിലേക്കുള്ള വീതിയേറിയ പാത നിർമ്മിച്ചത്. ഈ രാജപാതയ്ക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. ദിവാൻ്റെ ആസ്ഥാന മന്ദിരമായ ഈ ബംഗ്ലാവ് പോലെ മറ്റൊന്ന് തിരുവിതാംകൂറിലെങ്ങും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ വൈസ്രോയിയായിരുന്ന കേഴ്സൺ പ്രഭുവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, VP സിംഗ് തുടങ്ങിയവരും ആതിഥ്യം അനുഭവിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇനി ചിന്നക്കടയിലെ ക്ലോക്ക് ടവറിൻ്റെ ചരിത്രം നോക്കാം. കൊല്ലം നഗരത്തിൻ്റെ കിരീടമാണ് ഈ ടവർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്ലോക്ക് ടവറാണ് ഇത്. 1921 കൊല്ലത്ത് ജനകീയ നഗരസഭ ആദ്യമായി രൂപീകൃതമാകുന്നത്. അതിൻ്റെ 5ാമത്തെ ചെയർമാനായ ഉണ്ണിച്ചക്കം വീട്ടിൽ KG പരമേശ്വരൻ പിള്ളയ്ക്ക് കൊല്ലം പൗരാവലി സമർപ്പിച്ച സ്മാരകമാണ് ഈ മണിമേട. 1941 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1944 പണി പൂർത്തിയായി. ക്ലോക്കുകൾ കൊണ്ടുവന്നത് ലണ്ടനിൽ നിന്നോ കൽക്കത്തയിൽ നിന്നോ ആണെന്നാണ് പറയുന്നത്. ഇന്നും അതിൻ്റെ സംശയം ബാക്കി നിൽക്കുന്നു. ഒന്ന് ഉറപ്പാണ്, കെട്ടിടം പണിതിരിക്കുന്നത് ചുടുകട്ടയും കുമ്മായവും കൊണ്ട് തന്നെയാണ്. ചതുഷ്കോണാകൃതിയിലുള്ള കൊല്ലം ടവറിൻ്റെ 4 വശത്തും ക്ലോക്കുകളുണ്ട്. ചിന്നക്കടയുടെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും സമയം ദൃശ്യമാണ്. KG പരമേശ്വരൻ പിള്ള കൊല്ലം നഗരസഭയുടെ കൊല്ലത്തുകാരനായ ആദ്യ ചെയർമാനാണ്. 1932 അദ്ദേഹം ആ പദവിയിലെത്തിയത്. കൊല്ലത്തിൻ്റെ ആദ്യ നഗരസഭാ ചെയർമാൻ മുതൽ 4ാമത്തെ ചെയർമാൻ വരെയുള്ളവർ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെത്തിയവരാണ്. എന്നാൽ ആദ്യത്തെ ചെയർമാൻ തൃശ്ശൂർകാരനായ അഡ്വക്കേറ്റ് പുഴങ്കര C. ശങ്കരൻ മേനോനാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.